ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 8ൻ്റെ ഹിസ്റ്ററിയുടെ 5th ചാപ്റ്റർ വെൻ പീപ്പിൾ റിബൽ 1857 ആൻഡ് ആഫ്റ്റർ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദ കമ്പനി ഫൈറ്റ്സ് ബാക്ക്. കമ്പനി തിരിച്ചടിക്കുന്നു. അൺഅവേർഡ് ബൈ ദി സ്കെയിൽ ഓഫ് ദി അപ്ഹെവൽ, ദ കമ്പനി ഡിസൈഡഡ് ടു റിപ്രസ് ദി റിവോൾട്ട് വിത്ത് ഓൾ ഇറ്റ്സ് മൈറ്റ്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അതായത് ഈ റിവോൾട്ട് അടിച്ചമർത്തിയേ പറ്റുള്ളൂ എന്ന് കമ്പനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കമ്പനിക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നവർക്ക് മനസ്സിലായി. ഇറ്റ് ബോട്ട് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഫ്രം ഇംഗ്ലണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? റീഇൻഫോഴ്സ്മെൻറ്റ്സ്, ആയുധങ്ങളും പട്ടാളക്കാരെ അല്ലെങ്കിൽ ആയുധധാരികളെയൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കി. പാസ്ഡ് ന്യൂ ലോസ് ദാറ്റ് ദി റെബൽസ് കുഡ് ബി കൺവിക്റ്റഡ് വിത്ത് ഈസ്. പുതിയൊരു നിയമമൊക്കെ പ്രഖ്യാപിച്ചു. എന്താണ്? ദ റിബൽസ് കുഡ് ബി കൺവിക്റ്റഡ് വിത്ത് ഈസ്. കുറ്റം ചെയ്തവർക്ക് കീഴടങ്ങാം. ആൻഡ് ദെൻ മൂവ്ഡ് ഇൻ ടു ദി സ്റ്റോം സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്. ഡൽഹി വാസ് റീക്യാപ്ചേർഡ് ഫ്രം ദി റെബൽ ഫോഴ്സസ് ഇൻ സെപ്റ്റംബർ 1857. ദി ലാസ്റ്റ് മുഗൾ എംപറർ. ഡൽഹി പിടിച്ചെടുത്തു. അതായത് ജയത്തിൻ്റെ വക്കിൽ തന്നെ വന്നു നിന്നതാണല്ലേ. അപ്പോഴാണ് കമ്പനിയുടെ മറ്റൊരു മുഖം അവർ കാണിക്കുന്നത് അല്ലേ. ഡൽഹി വാസ് റീക്യാപ്ചേർഡ് ആൻഡ് ദ മുഗൾ എംപറർ ബഹദൂർ ഷാ സഫർ വാസ് ട്രൈഡ് ഇൻ കോർട്ട്. അയാളെ വിചാരണ ചെയ്തു. ആൻഡ് സെൻറ്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. എന്നിട്ട് ജയിലിലടച്ചു. ഹീ ഹാഡ് ലൈഫ്, അതായത് ജീവപര്യന്തം ശിക്ഷിച്ചു. ഹീ ആൻഡ് ഹീസ് വൈഫ് ബീഗം സീനത്ത് മഹൽ വെയർ സെൻറ്റ് ടു പ്രിസൺ ഇൻ റംഗൂൺ ഇൻ ഒക്ടോബർ 1858. അദ്ദേഹത്തിൻ്റെ പത്നിയെയും ജയിലിലടച്ചു, രംഗൂൺ ജയിലിൽ. ആൻഡ് ബഹദൂർ ഷാ സഫർ ഡയഡ് ഇൻ ദി റംഗൂൺ ജയിൽ ഇൻ നവംബർ 1862. നവംബർ 1862 അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. ദ റീക്യാപ്ചർ ഓഫ് ഡൽഹി ഹൗവർ ഡിഡ് നോട്ട് മീൻ ദാറ്റ് ദി റെബലിയൻ ഡൈഡ് ഡൗൺ ആഫ്റ്റർ ദാറ്റ്. ഡൽഹി പിടിച്ചെടുത്തു, ബഹദൂർ ഷാ സഫറിനെയൊക്കെ ജയിലിലടച്ചു അല്ലെങ്കിൽ തുറുങ്കിലടച്ചു എന്നൊക്കെ വെച്ചു. എങ്കിൽ പോലും റെബലിയനെ ഇവർക്ക് അടിച്ചമർത്താനായിട്ട് സാധിച്ചില്ല. പീപ്പിൾ കണ്ടിന്യൂ ടു റെസിസ്റ്റ് ആൻഡ് ബാറ്റിൽ ദ ബ്രിട്ടീഷ്. അവർ വീണ്ടും ചെറുത്തുനിൽപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരോട് എതിരിട്ടുകൊണ്ടേയിരുന്നു. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് ഫോർ 2 years ടു സപ്രസ് ദ മാസീവ് ഫോഴ്സസ് ഓഫ് പോപ്പുലർ റിബലിയൻ. ആ പോപ്പുലർ റിബലിയനെ അടിച്ചമർത്താൻ അവർക്ക് 2 വർഷക്കാലം സമയമെടുക്കേണ്ടി വന്നു. 2 വർഷം കൊണ്ടാണ് അവർക്കത് ഇവരുടെ മണ്ടയിൽ പരിപൂർണ വിജയം നേടാനായിട്ട് സാധിച്ചത്. ലക്നൗ വാസ് ടേക്കൺ ഇൻ മാർച്ച് 1858. റാണി ലക്ഷ്മിഭായ് വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ഇൻ ജൂൺ 1858. അങ്ങനെ റാണി ലക്ഷ്മിഭായിയും വധിച്ചു. എ സിമിലർ ഫേറ്റ് അവൈറ്റഡ് റാണി അവന്തിഭായ്. അതേ ഇത് തന്നെയായിരുന്നു അവന്തിഭായിക്കും ഉണ്ടായത്. ഹൂ ആഫ്റ്റർ ഇനിഷ്യൽ വിക്ടറി ഇൻ ഖേരി ചോസ് ടു എംബ്രേസ് ഡെത്ത് വെൻ സറൗണ്ടഡ് ബൈ ദി ബ്രിട്ടീഷ് ഓൺ ഓൾ സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നും ബ്രിട്ടീഷുകാർ വളഞ്ഞു കഴിഞ്ഞപ്പോൾ വധിക്കപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു അല്ലേ. താന്തിയ തോപ്പി എസ്കേപ്ഡ് ടു ദ ജംഗിൾസ്. ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുണ്ടല്ലോ താന്തിയ തോപ്പി, അദ്ദേഹം വനത്തിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. ഓഫ് സെൻട്രൽ ഇന്ത്യ ആൻഡ് കണ്ടിന്യൂ ടു ഫൈറ്റ് എ ഗറില്ല വാർ വിത്ത് ദി സപ്പോർട്ട് ഓഫ് മെനി ട്രൈബൽ ആൻഡ് പെസൻ ലീഡേഴ്സ്. മറ്റ് പെസൻ ലീഡേഴ്സും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ വനത്തിലേക്ക് കയറിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ ഭയന്ന് ഓടി ഒളിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ട്രൈബൽസിനെ ഈ പെസൻ ലീഡേഴ്സിനെയും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തന്നെ, അതായത് വനത്തിനുള്ളിൽ നിന്ന് തന്നെ ഗറില്ല വാർ ആരംഭിച്ചു. ഗറില്ല വാർ എന്ന് പറഞ്ഞാൽ അതായത് ഈ വനത്തിൽ ഇവരുണ്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം ഇവരുടെ ദേഹമെല്ലാം ഈ പച്ചപ്പ് കൊണ്ട് തന്നെ അങ്ങ് മൂടും. അതായത് ഈ ഇലകളൊക്കെ അല്ലെങ്കിൽ വള്ളികളൊക്കെ പറിച്ച് ഇവരുടെ ശരീരം മൂടും. പിന്നെ ഇവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് വനമാണെന്ന് തന്നെ തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒളിപ്പോര് യുദ്ധം, ഗറില്ല വാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒളിപ്പോര് യുദ്ധം നടത്തി. താന്തിയ തോപ്പിയും കൂട്ടരും അവിടെ വനത്തിൽ മറിഞ്ഞിരുന്നുകൊണ്ട് ഒളിപ്പോര് യുദ്ധം നടത്തി.
ഓഫ് സെൻട്രൽ ഇന്ത്യ ആൻഡ് കണ്ടിന്യൂ ടു ഫൈറ്റ് ദി ഗറില്ല വാർ വിത്ത് ദി സപ്പോർട്ട് ഓഫ് മെനി ട്രൈബൽ ആൻഡ് പെസൻറ്റ് ലീഡേഴ്സ്. പെസൻറ്റ് ലീഡേഴ്സും ഇതുപേർക്ക് ഇദ്ദേഹത്തിന് താന്തിയ തോപ്പിക്ക് സഹായത്തിനുണ്ടായിരുന്നു. ഹി വാസ് ക്യാപ്ചേർഡ്, ട്രൈഡ് ആൻഡ് കിൽഡ് ഇൻ ഏപ്രിൽ 1859. അപ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഇദ്ദേഹം, അതായത് 1858 വനത്തിലേക്ക് കയറുന്നത് അല്ലേ, ഏകദേശം ഒരു വർഷത്തോളം ഇദ്ദേഹം മറിഞ്ഞിരുന്ന് ഗറില്ല വാർ നടത്തി, ഒളിപ്പോര് യുദ്ധം നടത്തി. ജസ്റ്റ് ആസ് വിക്ടറീസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഹാഡ് എയർലിയർ എൻകറേജ്ഡ് റെബലിയൻ, ദ ഡിഫീറ്റ് ഓഫ് റെബൽ ഫോഴ്സസ് എൻകറേജ്ഡ് ഡെസേർട്ടിയൻസ്. അപ്പം നല്ല ആൾക്കാരൊക്കെ തിങ്ങി നിന്ന സ്ഥലമൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ ഫൈറ്റ് തുടർന്നതോടുകൂടി അവർ ജനങ്ങളെ ഡിഫീറ്റ് ചെയ്തതോടുകൂടി അവിടെയൊക്കെ തരിശു ഭൂമികളായിട്ട് മാറി, അതായത് ആൾക്കാരില്ലാത്തടമായി മാറി. ദ ബ്രിട്ടീഷ് ഓൾസോ ട്രൈഡ് ദെയർ ബെസ്റ്റ് ടു വിൻ ബാക്ക് ദി ലോയൽറ്റി ഓഫ് ദ പീപ്പിൾ. ദേ അനൗൺസ്ഡ് റിവാർഡ്സ് ഫോർ ലോയൽ ലാൻഡ് ഹോൾഡേഴ്സ് വുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ടു എൻജോയ് ട്രഡീഷണൽ റൈറ്റ്സ് ഓവർ ദെയർ ലാൻഡ്സ്. അതായത് അവരുടെ കൂടെ ലാൻഡ് ഓണേഴ്സിനെയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അവരൊരു പ്രഖ്യാപനം നടത്തിയതാണ്. ഇവരുടെ കൂടെ കൂടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ലാൻഡ് യഥേഷ്ടം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Those who had rebelled were told that if they submitted to the British and if they had not killed any white people, അങ്ങനെയുള്ളവരെ, അതായത് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്നവരെ ഒരു വൈറ്റ് പീപ്പിളും, അതായത് വെള്ളക്കാരും തന്നെ അവരെ വധിക്കുകയില്ല. They would remain safe and their rights and claims to land would not be denied. അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അവരെ വധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മറ്റു ശേഖരങ്ങളൊക്കെ തട്ടിയെടുക്കുകയോ ഒന്നും തന്നെ വെള്ളക്കാരായിട്ടുള്ളവർ ചെയ്യില്ല, വൈറ്റ് പീപ്പിൾ ചെയ്യില്ല. അതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക, ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ വേണ്ടത്. നെവർദലെസ് ഹൺഡ്രഡ്സ് ഓഫ് സിപ്പോയിസ്, റെബൽസ്, നവാബ്സ് ആൻഡ് രാജാസ് വെയർ ട്രൈഡ് ആൻഡ് ഹാങ്ഡ്. അങ്ങനെ അല്ലാത്തവരെയൊക്കെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു അല്ലേ. ആഫ്റ്റർമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തരഫലങ്ങൾ, അതായത് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമുള്ള ഫലങ്ങൾ. ദ ബ്രിട്ടീഷ് ഹാഡ് റീഗെയിൻഡ് കൺട്രോൾ ഓഫ് ദ കൺട്രി ബൈ ദി എൻഡ് ഓഫ് 1859 ബട്ട് ദേ കുഡ് നോട്ട് ക്യാരി ഓൺ റൂളിംഗ് ദ ലാൻഡ് വിത്ത് ദി സെയിം പോളിസീസ് എനിമോർ. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഈ പോളിസി കൊണ്ടൊന്നും ഇനി ഇവിടെ പിടിച്ചു നിൽപ്പുണ്ടാകില്ല എന്ന് മനസ്സിലായിട്ട് ബ്രിട്ടീഷ് അവരുടെ ആ പോളിസിയൊക്കെ ഒന്ന് മാറ്റുകയാണ്. ഗിവൺ ബിലോ ആർ ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ക്രൗണിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയെ അടങ്ങുന്ന ആ പാർലമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ, അതായത് എന്നുവെച്ചാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരും ബ്രിട്ടീഷ് തന്നെയാണ്, പക്ഷേങ്കിൽ ഇത് ഡയറക്റ്റ് രാജ്ഞിയുടെ മേൽനോട്ടത്തിലുള്ള ഭരണം വരികയാണ്. The British Parliament passed a new act in 1858 and transferred the powers of the East India Company to the British Crown in order to ensure a more responsible management of Indian affairs. അതായത് ഇന്ത്യയിലെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം എന്തിലേക്ക് മാറ്റുന്നു? ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മാറ്റുന്നു, ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പം ഇനി മുതൽ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ല ഭരണം വരുന്നത്, പിന്നീട് ആരുടെയാണ്? ഡയറക്റ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഭരണമാണ് വരുന്നത്. എ മെമ്പർ ഓഫ് ദി ബ്രിട്ടീഷ് ക്യാബിനറ്റ് വാസ് അപ്പോയിൻറ്റഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഓരോ സെക്രട്ടറി ആയിട്ട് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ആളിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. And made responsible for all matters related to the governance of India. He was given a council of advice him. അദ്ദേഹത്തെ സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ട്, കൗൺസിലുണ്ട്. കോൾഡ് ദ ഇന്ത്യ കൗൺസിൽ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേങ്കിൽ ഇന്ത്യക്കാരും അല്ല അതിലുള്ളത്, ബ്രിട്ടീഷുകാർ തന്നെയാണുള്ളത്. ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ ദി ടൈറ്റിൽ ഓഫ് വൈസ്രോയ്. ഗവർണർ ജനറലിൻ്റെ പേര് വൈസ്രോയി എന്നാക്കി. ദാറ്റ് ഈസ് എ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ക്രൗൺ. ക്രൗണിൻ്റെ വിശ്വസ്തനായിട്ട് ഉള്ളയാളായിരിക്കും വൈസ്രോയി. ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വൈസ്രോയി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ക്രൗൺ, അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവാണ്.
Through these measures, the British government accepted direct responsibility for ruling India. ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് മാറ്റി. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് പിന്നീട് ഇവിടെ ഭരിക്കുന്നത്. All ruling chiefs of the country were assured that their territory would never be annexed in future. They were allowed to pass on their kingdoms of their heirs, including adopted sons. അതായത് നേരത്തെ ഇവർ കുറേ ലോസ് കൊണ്ടുവന്നായിരുന്നു അല്ലേ, കുറേ പോളിസീസൊക്കെ കൊണ്ടുവന്ന അഡോപ്റ്റഡ് സണ്ണിനെ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സണ്ണില്ലാത്തവരുടെ ആ പ്രദേശം എന്ത് ചെയ്യും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് വന്നു ചേരും, അങ്ങനെയൊക്കെ കുറേ പോളിസീസ് കൊണ്ടുവന്നായിരുന്നു. ഇതെല്ലാം ഈ റെബലിയന് കാരണമായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നല്ല ഒരു മാറ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് ഇങ്ങനെയുള്ള കിങ്ഡം ഒന്നും ബ്രിട്ടീഷിൻ്റെ ഇതിലേക്ക് വരേണ്ട കാര്യമില്ല, അവർക്ക് അഡോപ്റ്റഡ് സണ്ണിനെ വെച്ചിട്ട് വേണേലും ഭരിക്കാം എന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ടുവരുന്നു. ഹൗവർ ദേ വെയർ മെയ്ഡ് ടു അക്നോളജ് ദ ബ്രിട്ടീഷ് ക്വീൻ ആസ് ദിയർ സോവറിൻ പാരാമൗണ്ട്. ദാസ് ദി ഇന്ത്യൻ റൂളേഴ്സ് വെയർ to hold their kingdoms as subordinates of the British crown. It was decided that the proportion of Indian soldiers in the army would be reduced and the number of European soldiers would be increased. Then അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ആർമിയിൽ ഉള്ള ഇന്ത്യക്കാരുടെ എണ്ണം തീരെ വെട്ടിക്കുറച്ചു. ഇന്ത്യൻ ആർമിയിലെ സിപ്പോയ്സ് ആണല്ലോ ഈ ബഹളത്തിന് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഈ ആർമിയിൽ അല്ലെങ്കിൽ ഈ സിപ്പോയ്സ് ധാരാളം ഉള്ളത് കൊണ്ടാണല്ലോ അവരിറങ്ങിയത്. അപ്പോൾ അവരുടെ എണ്ണം തീരെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്ത് യൂറോപ്യൻസിനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു അല്ലേ, യൂറോപ്യൻ സോൾജിയേഴ്സിനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു. ഇറ്റ് വാസ് ഓൾസോ ഡിസൈഡഡ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിക്രൂട്ടിംഗ് സോൾജിയേഴ്സ് ഫ്രം അവധ്, ബീഹാർ, സെൻട്രൽ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ, മോർ സോൾജിയേഴ്സ് വുഡ് ബി റിക്രൂട്ടഡ് ഫ്രം എമോങ് ദ ഗൂർഖാസ്, സിഖ്സ് ആൻഡ് പഥാൻസ്. അതായത് ഈ പ്രശ്നക്കാരായിട്ടുള്ള സിപ്പോയ്സ്, അതായത് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന സോൾജിയേഴ്സ് ആയിരുന്നു കൂടുതലും പ്രശ്നക്കാരായിട്ട് ഇറങ്ങിയത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ അവരെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് പിന്നീട് എവിടെ നിന്നുള്ളവരെയൊക്കെ ആക്കി ഗൂർഖാസ്, സിഖ്സ് ആൻഡ് പഥാൻസ്, അവരൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുമല്ലോ എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ പിന്നീട് അവരെ മാത്രമാണ് ആക്കിയത്. ദ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മുസ്ലിംസ് വാസ് confiscated on a large scale and they were treated with suspicion and hostility. മുസ്ലിംസിൻ്റെ ലാൻഡ് അവർ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അതായത് മുസ്ലിംസിനോട് ഒരു ശത്രുതയാണ് അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിന്നീട് കാണിച്ചത്. കാരണം എന്താണ്, ഇവരുടെ ഒരു വിചാരം എന്താണ്, ഈ മുസ്ലിംസാണ് ഈ റെബലിയൻ്റെ നെടുന്തൂണ്, അല്ലെങ്കിൽ അവരാണ് ഈ വിപ്ലവകാരികളായിട്ട് മാറിയത്, ഇവരെയൊക്കെ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് മുസ്ലിംസിനോട് ഇത്രയും ശത്രുത വന്നത്. ദ ബ്രിട്ടീഷ് ബിലീവഡ് ദാറ്റ് ദേ വർ റെസ്പോൺസിബിൾ ഫോർ ദി റെബലിയൻ ഇൻ എ ബിഗ് വേ. ഈ റെബലിയൻ അതായത് ബഹദൂർ ഷാ സഫറൊക്കെ ഇതിലേക്ക് ഇറങ്ങി എന്നൊക്കെ വളരെ വലിയ കടുത്ത കുറ്റമായിട്ടാണ് അവർക്ക് തോന്നിയത് അല്ലേ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വിചാരണ ചെയ്തതും തുറുങ്കിലടച്ചതും ഒക്കെ. The British decided to respect the customary religious and social practices of the people of India. അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ സോഷ്യൽ പ്രാക്ടീസും കസ്റ്റമറി റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസൊക്കെ തുടരാൻ, അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് തീരുമാനിച്ചു. ദ പോളിസീസ് വെയർ മെയ്ഡ് ടു പ്രൊട്ടക്റ്റ് ലാൻഡ് ലോഡ്സ് ആൻഡ് സമീന്ദാസ് ആൻഡ് ഗിവ് ദം സെക്യൂരിറ്റി ഓഫ് റൈറ്റ്സ് ഓവർ ദെയർ ലാൻഡ്സ്. അതുപോലെ ലാൻഡ് ലോഡ്സിനും സമീന്ദാസിനും ഒക്കെ സംരക്ഷണം കൊടുത്തു. അതുപോലെ സെക്യൂരിറ്റി, അവരുടെ ലാൻഡ്സിനൊക്കെ സെക്യൂരിറ്റിയൊക്കെ നൽകി. അങ്ങനെയൊക്കെ പല രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഒരു ശ്രമം നടത്തുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.